ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജപ്പാനിലെ വേമ്പനാട്ടുകായൽ പോലെ അതേ ഒരു ശൈലിയിലുള്ള ഒരു സ്ഥലത്തുകൂടി ഇപ്പോൾ യാത്ര ചെയ്ത് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് അബമസ്തു എന്നാണ്. ആ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വേമ്പനാട്ടുകായലിൽ എന്താണ് പ്രത്യേകത, അത് കണക്ക് തന്നെ വേലിയേറ്റ സമയത്ത് അവിടെ ഉപ്പ് വരാറുണ്ട്. മഴക്കാലത്ത് അവിടെ ഉപ്പിൻ്റെ സാന്നിധ്യമില്ല, അത് കടൽ വെള്ളമെടുക്കും. പക്ഷേ അവിടെ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നമുക്ക് വേമ്പനാട്ടുകായലിൽ ഒരു സൈഡിൽ മലയില്ല, നമുക്ക് തടാകത്തിന് അതിന് ശേഷം കടൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ മലയുമുണ്ട്, അതിൻ്റെ നേരെ താഴെ റോഡ്, അതിൻ്റെ നേരെ താഴെ നമ്മുടെ ഈ ശുദ്ധജല കിട്ടുന്ന തടാകം പോലുള്ള സ്ഥലം, അതിനോട് ചേർന്ന് തന്നെ കടൽ. അതാണ് അവിടുത്തെ പ്രത്യേകത. പക്ഷേ നമ്മുടെ നാടും ആ നാടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അവിടുത്തെ അവരാ റോഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം പോകുന്നത്. നമുക്കും ഇത് കണക്കുള്ള സാധ്യതകളുണ്ട്.